നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അനീഷിനെ നമ്മുടെ ലാലേട്ടൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ അനീഷിനോട് ചോദിക്കുകയാണ് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ തൃശ്ശൂരിലുള്ള കോടന്നൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമെന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോബിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ബാങ്കിൽ ജീവനക്കാരൻ, ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 5 വർഷമായിട്ട് ജോലി പോലും റിസൈൻ ചെയ്തിട്ട് 5 വർഷമായിട്ട് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നു സ്ത്രീ വിരുദ്ധതയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ നമ്മുടെ അനീഷ് പറയുന്നത് പ്രേക്ഷകരോട് പറഞ്ഞാൽ പോരെ, ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ മൈജി ഫ്യൂച്ചർ കോൺടെസ്റ്റിൽ പങ്കെടുത്ത് വിൻ ചെയ്തു, അങ്ങനെ കോമണറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നറിയാം, ഞാനത് കൃത്യമായിട്ട് പാലിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചോദിക്കുന്നത് എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുകയാണ് അപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഓക്കെ ആണ്, പറയേണ്ട സ്ഥാനത്ത് ഞാൻ പറയുക തന്നെ ചെയ്യും, എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഒരു ഇത്തിരി തലക്കനം കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നീട് എന്ന് വെച്ചാൽ ലാലേട്ടൻ പറയുകയാണ് ഒരു ടാസ്ക് ഉണ്ട്, ആ ഒരു ടാസ്കിൽ വിൻ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഹൗസിനുള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ടാസ്കൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു, അത് ഇടയ്ക്കിട്ടിട്ട് നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു ടാസ്ക് കാണിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. നമ്മുടെ റിനീഷയാണ് ടാസ്ക് ചെയ്യിക്കുന്നത്. അങ്ങനെ ടാസ്കിൽ വിജയിച്ചു. നമ്മുടെ അനീഷ് വീട്ടിനകത്തേക്ക് കയറുകയാണ്. വീട്ടിനകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് അനീഷ് കാണിച്ചൊരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ കേട്ടിട്ടില്ലേ ഈ എന്താണ് ഗ്രഹണി പിടിച്ച കുഞ്ഞിന് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ എന്ന് കേട്ടിട്ടില്ലേ, അതേ ഒരു അവസ്ഥ. പുള്ളിക്കാരൻ അകത്ത് ചെന്നിട്ട് ആ ഒരു വീടിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു അയ്യോ ഇത് എന്താ, ഇത് ഭയങ്കര ഫേക്കായിട്ടാണ് കേട്ടോ അദ്ദേഹം, എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. ഫേക്കായിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ടിങ്ങിലേ വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേട്ടാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എനിക്കങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹം പറയുകയാണ് ഇതെന്താ, ഞാൻ ഏതെങ്കിലും ഒരു മായിക ലോകത്താണോ വന്ന് വെട്ടിയിട്ടുള്ളത്, ഇതെന്താണിത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എന്താണ് എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ അദ്ദേഹം ഓരോ സ്ഥലങ്ങളായിട്ട് പോയി നോക്കുകയാണ്. എന്നിട്ട് അതാണ് കാണിച്ച് നിർത്തിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ അനീഷ് അകത്തൊക്കെ പോയി മുറികളൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നു. അത് കാണിച്ചാണ് അടുത്ത ഇൻ്റർവെൽ ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴുള്ള അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി നമുക്ക് വേറൊരു അടുത്ത ഭാഗവുമായിട്ട് വരാം. അപ്പോൾ തൽക്കാലം എല്ലാവർക്കും ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ.